ഒരു വെറൈറ്റി വിവാഹാഘോഷം. അത് വെറൈറ്റിയായി നടത്താൻ തീരുമാനിച്ചതല്ല കേട്ടോ, യാദൃശ്ചികമായി അങ്ങനെ ആയിപ്പോയതാണ്. ഇന്ന് നമ്മൾ രാജ്യത്താകമാനം ഇൻഡിഗോ വിമാന സർവീസുകൾ മൂലം യാത്രക്കാർ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച കണ്ടു. സർവീസുകൾ തടസ്സപ്പെട്ടത് കാരണം അത്യാവശ്യ കാര്യങ്ങൾക്ക് പോയ പലരും പല വിമാനത്താവളങ്ങളിലുമായി കുടുങ്ങിപ്പോയി. ഇതിൽ ബംഗളൂരുവിൽ നിന്നുള്ള നവദമ്പതികളും ഉണ്ടായിരുന്നു. വിമാനത്താവളത്തിൽ കുടുങ്ങിയതോടെ വിവാഹ വിരുന്ന് ഓൺലൈനായി അവർക്ക് നടത്തേണ്ടി വന്നു. ഇതെന്തൊരവസ്ഥയാണല്ലേ. ഒരുപാട് പ്ലാൻ ചെയ്തായിരിക്കും എല്ലാവരും അവരുടെ ഒരു വിവാഹ ദിവസം. നമുക്കൊരുപാട് പ്ലാനിങ് ഉണ്ടാകും. നമ്മുടെ കല്യാണത്തിന് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ആ ആഘോഷം ഗംഭീരമാക്കണം, സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ളതൊക്കെ. കുറച്ച് ആളുകളെ വരുന്നുള്ളൂ എങ്കിൽ പോലും സന്തോഷത്തോടെ ആ ഒരു വേദിയിൽ അങ്ങനെ മനസ്സ് നിറഞ്ഞിരിക്കണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം നോക്ക്, വിമാനം അങ്ങ് പണി കൊടുത്തു, ആ ഒരു സമയത്ത് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പക്ഷെ എന്തെങ്കിലും ചടങ്ങ് മാറ്റി വയ്ക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ട് അത് ഓൺലൈൻ ആയിട്ടാണെങ്കിലും നടത്തി എന്നുള്ളതാണ്. കെ.ബി. ശ്രീധരൻ ചേരുന്നുണ്ട് തത്സമയം. ശ്രീധരൻ, വിമാനം ഇങ്ങനെ പണി കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? ഒരുപാട് പേര് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനിടയിൽ ഇവർക്ക് ഇങ്ങനെയാണോ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു. ഇതിപ്പോൾ കുറച്ച് വെറൈറ്റി ആയ രീതിയിൽ ഓർത്തിരിക്കാം എന്ന് മാത്രമല്ലേ? വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിവാഹ ചടങ്ങ് തന്നെയാണ് നടന്നത്. വ്യത്യസ്തം എന്ന് പറയുന്നേക്കാൾ കൂടുതൽ ആ ആളുകളുടെ ഗതികേട് എന്നൊക്കെ വേണം ഇതിനെ പറയാൻ. ഈ ഇൻഡിഗോ വിമാന കമ്പനിയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം നിരവധി ആളുകളുടെ യാത്ര മുടങ്ങിയ ആളുകളൊക്കെ ഈ വിമാനത്താവളങ്ങളിലൊക്കെ കുടുങ്ങിയ വാർത്തകളൊക്കെ വന്നു. അതിനിടയിലാണ് ഈ ഒരു സംഭവം കൂടി വരുന്നത്. അതായത് ഒറീസ ഭുവനേശ്വർ സ്വദേശിയായിട്ടുള്ള സംഗം ദാസും ഹുബ്ബള്ളിയിലെ മേഘ ക്ഷീരസാഗറും ഇരുവരും ബംഗളൂരുവിൽ ടെക്കികളാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാണ്. ഇരുവരും ഇഷ്ടപ്പെട്ടു, വിവാഹം ചെയ്തു. വിവാഹം ഭുവനേശ്വറിൽ വെച്ചാണ് നടന്നിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഹുബ്ബള്ളിയിൽ, കർണാടകയിലെ ഹുബ്ബള്ളിയിൽ ഇതിന്റെ റിസപ്ഷൻ വെച്ചത്. ഇവർ ഇൻഡിഗോ വിമാനമാണ് ബുക്ക് ചെയ്തിരുന്നത്. ഭുവനേശ്വറിൽ നിന്ന് ബംഗളൂരുവിലെത്തി, ബംഗളൂരുവിൽ നിന്ന് ഹുബ്ബള്ളിയിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റ്, ഇങ്ങനെയായിരുന്നു ഇവർ ബുക്ക് ചെയ്തിരുന്നത്. രണ്ടുപേർ മാത്രമല്ല, ഇവരുടെ ബന്ധുക്കളോ അടുത്ത ബന്ധുക്കളോ ഒക്കെ ഈ വിമാനത്തിൽ തന്നെ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഇൻഡിഗോ വിമാനത്തിന്റെ പ്രശ്നത്തെ തുടർന്ന് ഇവർക്ക് സമയത്ത് ബംഗളൂരുവിൽ എത്തിച്ചേരാനായില്ല. ഇതോടെയാണ് ഇനി എന്ത് ചെയ്യും. റിസപ്ഷൻ ഒരുപാട് ആളുകളെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആ ചടങ്ങ് മാറ്റിവെച്ചാൽ വലിയ നഷ്ടം വരും. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ വിർച്വലായിട്ട് ഈ വിരുന്നിൽ റിസപ്ഷനിൽ പങ്കെടുക്കാം എന്നവർ നോക്കുന്നത്. ഉടൻ തന്നെ വലിയൊരു സ്ക്രീനൊക്കെ ഈ വിവാഹ അല്ലെങ്കിൽ റിസപ്ഷൻ വേദിയിൽ കൊണ്ടുവച്ചു. അതിൽ ഇരുവരും സാധാരണ നമ്മൾ ഈ വിവാഹ ചടങ്ങുകൾക്കൊക്കെ ഇരിക്കുന്ന പോലെ അങ്ങനെ ഇരുന്ന് ആളുകളുടെ ആശീർവാദമൊക്കെ ഏറ്റുവാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അവർ ഈ വിർച്വൽ വേൾഡിൽ അവർ കണ്ടെത്തി. അങ്ങനെ അവർക്ക് ഇതിൽ പങ്കെടുക്കാൻ, ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി. ഏതായാലും ഇതൊരു നമ്മളൊരു വ്യത്യസ്തതയും. ഇൻഡിഗോ വലിയൊരു പണിയാണ് അവർക്ക് കൊടുത്തത്. ഒരുപാട് സന്തോഷത്തോടെ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയായിരുന്നു. നേരിട്ട് എത്തിച്ചേരാൻ പറ്റിയില്ല വെച്ചെങ്കിലും അവർ ആഘോഷം അങ്ങനെ ഓൺലൈനായി കളറാക്കി എന്നുള്ളതാണ്. വിവാഹ മംഗളാശംസകൾ രണ്ടുപേർക്കും.